നമസ്കാരം. എജുവേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 അക്ഷരകൈരളി പരീക്ഷാ പതിപ്പിൽ നിന്നുള്ള +1 തുല്യത ഇംഗ്ലീഷ് മാതൃകാ ചോദ്യപേപ്പർ വിശകലനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റു വിഷയങ്ങളുടെയും മാതൃകാ ചോദ്യപേപ്പറുകൾ ഉടൻ തന്നെ ചാനലിൽ ഉൾപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ചോദ്യപേപ്പർ നോക്കാം. പിന്നെ മറ്റൊരു കാര്യം, ഉത്തരങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഫസ്റ്റ് കമന്റായി പിൻ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ക്ലാസ് കാണുന്നവർ നിർബന്ധമായും ഫസ്റ്റ് കമന്റും കൂടി ഒന്ന് നോക്കുവാൻ ശ്രമിക്കുക. ചോദ്യപേപ്പർ നോക്കാം. പാസേജ് നോക്കാം. ദ ഓൾഡ് മാൻ റിമെയിൻഡ് ഇൻ ദ സൺ. His kite shop was gone, the premises long since sold to junk dealer. But he still made kites for his own amusement and for the benefit of his grandson Ali. ആ പ്രായമായ മനുഷ്യൻ വെയിലത്തു തന്നെ നിന്നു. കാരണം അദ്ദേഹത്തിന്റെ പട്ടം വിൽക്കുന്ന കട നേരത്തെ തന്നെ പഴയ സാധനങ്ങൾ വിൽക്കുന്ന ഒരു വ്യാപാരിക്ക് വിറ്റുപോയിരുന്നു. എന്നാലും അദ്ദേഹം വീണ്ടും പട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, തന്റെ സ്വന്തം വിനോദത്തിനും തന്റെ പേരക്കുട്ടി അലിക്ക് വേണ്ടിയും. ഇനി ഈ പാസേജിൽ നിന്നുള്ള ചോദ്യങ്ങൾ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഐഡന്റിഫൈ ദ ലെസൺ. ഐഡന്റിഫൈ ദ ലെസൺ. ആൻസർ ദ കൈറ്റ് മേക്കർ. ആൻസർ ദ കൈറ്റ് മേക്കർ. ക്വസ്റ്റ്യൻ നമ്പർ 2, ഹു ഈസ് ഹിയർ റെഫേർഡ് ആസ് ദ ഓൾഡ് മാൻ. ഹു ഈസ് ഹിയർ റെഫേർഡ് ആസ് ദ ഓൾഡ് മാൻ. ഇവിടെ ഓൾഡ് മാൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെയാണ്? ആൻസർ Mahmood the kite maker. Mahmood the kite maker. Question number 3, what happened to his shop? What happened to his shop? അദ്ദേഹത്തിന്റെ കടയ്ക്ക് എന്ത് സംഭവിച്ചു? His kite shop was sold to a junk dealer. His kite shop was sold to a junk dealer. അദ്ദേഹത്തിന്റെ കട പഴയ സാധനങ്ങൾ വിൽക്കുന്ന ഒരു വ്യാപാരിക്ക് വിറ്റുപോയിരുന്നു. Question number 4, why did he still make kites? Why did he still make kites? അദ്ദേഹം എന്തിനാണ് ഇപ്പോഴും പട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? For his own amusement and for the benefit of his grandson Ali. For his own amusement and for the benefit of his grandson Ali. അദ്ദേഹത്തിന്റെ സ്വന്തം വിനോദത്തിനും തന്റെ പേരക്കുട്ടി അലിക്ക് വേണ്ടിയും. Question number 5 to 8. Read the following lines and answer the questions given below. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 1 സ്കോർ. തന്നിരിക്കുന്ന വരികൾ വായിച്ച് 5 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോന്നിനും ഓരോ സ്കോർ വീതമാണ്. തന്നിരിക്കുന്ന വരികളൊന്ന് നോക്കാം. ഐ സാറ്റ് വാച്ചിങ് ദ ബേർഡ്സ് ഇൻ മൈ ചെറി ട്രീ. There were so many they outnumbered the leaves. They would flint and flutter and fly all about, stuffing my cherries in their little mouths. കവി തന്റെ ചെറിമരത്തിൽ വന്ന അനേകം പക്ഷികളെ സന്തോഷത്തോടെ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷികൾ ഇലകളേക്കാൾ കൂടുതലായിരുന്നു. അവ സന്തോഷത്തോടെ ചുറ്റും പറന്ന് മരത്തിലെ ചെറിപ്പഴങ്ങൾ കൊത്തി തിന്നുകയായിരുന്നു. ഈ കാഴ്ച കവി വളരെയേറെ ആസ്വദിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 5, ഐഡന്റിഫൈ ദ പോയറ്റ്. ഐഡന്റിഫൈ ദ പോയറ്റ്. ആൻസർ എലൻ ബെയ്ലി. ആൻസർ എലൻ ബെയ്ലി. Question number 6, where did the poet watch the birds? Where did the poet watch the birds? കവയത്രി എവിടെയാണ് പക്ഷികളെ കണ്ടത്? ആൻസർ ഇൻ ഹെർ ചെറി ട്രീ. ഇൻ ഹെർ ചെറി ട്രീ. അവരുടെ ചെറി മരത്തിൽ. Question number 7, why does the poet say the birds outnumbered the leaves? Why does the poet say the birds outnumbered the leaves? എന്തുകൊണ്ടാണ് പക്ഷികൾ ഇലകളേക്കാൾ കൂടുതലുണ്ടെന്ന് കവയത്രി പറഞ്ഞത്? ബിക്കോസ് there were so many birds on the tree. Answer because there were so many birds on the tree. മരത്തിൽ നിറയെ പക്ഷികൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കവയത്രി ഇലകളേക്കാൾ കൂടുതൽ പക്ഷികളുണ്ട് എന്ന് പറഞ്ഞത്. Question number 8, where did they stuff the cherries? Where did they stuff the cherries? എവിടെയാണ് അവർ ചെറികൾ നിറച്ചത്? ആൻസർ
into their little mouths. Into their little mouths. അവരുടെ ചെറിയ കൊക്കിനുള്ളിൽ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 9 to 12. ആൻസർ എനി 3 ഫ്രം ദ ഫോളോയിങ്. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 2 സ്കോർ. 9 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുവാനാണ് 2 സ്കോർ വീതമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 9. റൈറ്റ് എ പ്രൊഫൈൽ ഓഫ് ഡോക്ടർ B.R. അംബേദ്കർ. ഡെവലപ്പിംഗ് ദ ഹിൻസ് ഗിവൻ ബിലോ. ഹിൻസ് നോക്കാം. ബോൺ 14th April 1891 in Madhya Pradesh. Parents Ramji Maloji Sakpal, Bhima Bai Sakpal. Education University of Bombay, Columbia University, University of London, etc. Position Indian Constitution Drafting Committee Chairman, First Law Minister of India, etc. Awards Bharat Ratna 1990. Died 6th December 1956. പ്രൊഫൈൽ തയ്യാറാക്കാം. ഡോക്ടർ B.R. അംബേദ്കർ. Dr. B.R. Ambedkar was born on 14th April 1891 in Madhya Pradesh. His parents were Ramji Maloji Sakpal and Bhima Bai Sakpal. He studied at the University of Bombay, Columbia University and the University of London, etc. He was the chairman of the drafting committee of Indian Constitution and the first law minister of India, etc. He was awarded the Bharat Ratna in 1990. Dr. B.R. Ambedkar died on 6 December 1956. He is remembered as the father of the Indian Constitution. Question number 10. Change the following sentence into passive voice. Change the following sentence into passive voice. തന്നിരിക്കുന്ന സെന്റൻസിനെ പാസീവിലോട്ട് മാറ്റാനാണ്. തന്നിരിക്കുന്ന സെന്റൻസ് ഒന്ന് നോക്കാം. ഹി ഈസ് റിപ്പയറിംഗ് ദ സൗണ്ട് സിസ്റ്റം. അടുത്തത് ദേ കംപ്ലീറ്റഡ് ദ വർക്ക്. ആദ്യത്തെ സെന്റൻസ് പാസീവിലോട്ട് മാറ്റാം. സെന്റൻസ് നോക്കാം. ഹി ഈസ് റിപ്പയറിംഗ് ദ സൗണ്ട് സിസ്റ്റം. ഹി ഈസ് റിപ്പയറിംഗ് ദ സൗണ്ട് സിസ്റ്റം. ഇതൊരു ആക്റ്റീവ് സെന്റൻസ് ആണ്. അതെങ്ങനെ മനസ്സിലാക്കാമെന്ന് നോക്കാം. ഒരു വ്യക്തിയാണ് ഒരു പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ അത് ആക്റ്റീവ് സെന്റൻസ് ആയിരിക്കും. തന്നിരിക്കുന്ന സെന്റൻസിനെ പാസീവിലോട്ട് എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. അതിന് തന്നിരിക്കുന്ന സെന്റൻസിലെ ഒബ്ജക്റ്റ് കണ്ടുപിടിക്കണം. ഒബ്ജക്റ്റ് കൊണ്ടായിരിക്കണം പാസീവ് സെന്റൻസ് തുടങ്ങേണ്ടത്. ഇവിടുത്തെ ഒബ്ജക്റ്റ് ദ സൗണ്ട് സിസ്റ്റം ആണ്. ഇനി തന്നിരിക്കുന്ന സെന്റൻസിലെ വെർബ് ഈസ് പ്രിപ്പയറിംഗ് പ്രസന്റ് കണ്ടിന്യൂസ് രൂപത്തിലാണ്. അതിനെ പാസീവിലോട്ട് മാറ്റുമ്പോൾ ഈസ് ബീയിങ് പ്രിപ്പയർഡ് എന്നാകും. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ പാസീവിലോട്ട് മാറ്റാനുള്ള സ്ട്രക്ചർ എന്ന് നോക്കാം. ഈസ് ആം ആർ പ്ലസ് ബീയിങ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ്. അതായത് വെർബിന്റെ 3ാം രൂപം അഥവാ V3. ഇനി റൂൾസ് അപ്ലൈ ചെയ്ത് തന്നിരിക്കുന്ന സെന്റൻസിനെ പാസീവിലോട്ട് മാറ്റാം. തന്നിരിക്കുന്ന സെന്റൻസ് ഹി ഈസ് റിപ്പയറിംഗ് ദ സൗണ്ട് സിസ്റ്റം എന്നാണ്. ഇവിടെ ഹി സബ്ജക്റ്റ്, ഈസ് റിപ്പയറിംഗ് പ്രസന്റ് കണ്ടിന്യൂസ് വെർബ്, ദ സൗണ്ട് സിസ്റ്റം ഒബ്ജക്റ്റ്. ഇനി സെന്റൻസിന്റെ പാസീവ് ഫോം എന്ന് നോക്കാം. ദ സൗണ്ട് സിസ്റ്റം ഈസ് ബീയിങ് പ്രിപ്പയർഡ് ബൈ ഹിം. ദ സൗണ്ട് സിസ്റ്റം ഈസ് ബീയിങ് പ്രിപ്പയർഡ് ബൈ ഹിം. ഒബ്ജക്റ്റ് ആയിരുന്ന സൗണ്ട് സിസ്റ്റത്തെ സബ്ജക്റ്റ് ആക്കി മാറ്റി ഹീസ് റിപ്പയറിംഗ് ഈസ് ബീയിങ് റിപ്പയർഡ് ആയി ഹി എന്ന സബ്ജക്റ്റ് ബൈ ഹിം എന്ന ഒബ്ജക്റ്റ് ആയി മാറി. അപ്പോൾ ആൻസർ ഒന്നുകൂടി നോക്കാം. The sound system is being prepared by him. The sound system is being prepared by him. അടുത്ത സെന്റൻസ് നോക്കാം. They completed the work. They completed the work. ഇവിടെ സബ്ജക്റ്റ് they, വെർബ് completed സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്, ഒബ്ജക്റ്റ് the work. സിമ്പിൾ പാസ്റ്റ് ആയ കംപ്ലീറ്ററിനെ പാസീവിലേക്ക് മാറ്റുന്നതിനുള്ള സ്ട്രക്ചർ വാസ് ഓർ വെയർ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓർ V3. അപ്പോൾ കംപ്ലീറ്റഡ് വാസ് കംപ്ലീറ്റഡ് ആയി മാറും. ഈ റൂൾ പ്രകാരം സെന്റൻസിനെ പാസീവിലോട്ട് മാറ്റാം. ചോദ്യം ഒന്ന് നോക്കാം. ഹി കംപ്ലീറ്റഡ് ദ വർക്ക്. ഹി കംപ്ലീറ്റഡ് ദ വർക്ക്. ഇതിന്റെ പാസീവ് ഫോം ദ വർക്ക് വാസ് കംപ്ലീറ്റഡ് ബൈ ദം. ദ വർക്ക് വാസ് കംപ്ലീറ്റഡ് ബൈ ദം. ചോദ്യത്തിലെ ഒബ്ജക്റ്റ് ആയിരുന്ന ദ വർക്ക് ഇവിടെ സബ്ജക്റ്റ് ആവുകയും കംപ്ലീറ്റഡ് വാസ് കംപ്ലീറ്റഡ് എന്നും ക്വസ്റ്റ്യനിലെ സബ്ജക്റ്റ് ആയ ദേ ഇവിടെ ഒബ്ജക്റ്റ് ആയ ബൈ ദം ആയി മാറുകയും ചെയ്തു. ആൻസർ ഒന്നുകൂടി നോക്കാം. ദ വർക്ക് വാസ് കംപ്ലീറ്റഡ് ബൈ ദം. ദ വർക്ക് വാസ്
completed by them. Question number 11. Fill in the blanks with the correct form of the verb given in brackets. തന്നിരിക്കുന്ന സെന്റൻസ് ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന വെർബിന്റെ ശരിയായ രൂപം കണ്ടെത്തി പൂരിപ്പിക്കാനാണ്. സെന്റൻസ് നോക്കാം. The cat dash in the chair. The cat dash in the chair. ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത് സ്ലീപ്പ് ആണ്. ഈ സെന്റൻസ് സിമ്പിൾ പ്രസന്റ് രൂപത്തിലാണ്. സിമ്പിൾ പ്രസന്റിന്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് വെർബ് 1 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. ദ ക്യാറ്റ് സിംഗുലർ ആയതുകൊണ്ട് സ്ലീപ്സ് എന്ന സിംഗുലർ വെർബ് ആണ് ഉത്തരം. അപ്പോൾ ആൻസർ ദ ക്യാറ്റ് സ്ലീപ്സ് ഇൻ ദ ചെയർ. ദ ക്യാറ്റ് സ്ലീപ്സ് ഇൻ ദ ചെയർ. അടുത്ത സെന്റൻസ്. ദ പോലീസ്മാൻ ഈസ് ഡാഷ് ദ തീഫ്. ദ പോലീസ്മാൻ ഈസ് ഡാഷ് ദ തീഫ്. ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത് ചേസ് ആണ്. ഈ സെന്റൻസ് ഒരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് രൂപത്തിലാണ്. പ്രസന്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ ഈസ്, ആം, ആർ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ് എന്നാണ്. ബ്രാക്കറ്റിലുള്ള ചേസ് എന്ന വെർബിനെ ING ഫോമിലോട്ട് മാറ്റണം. അപ്പോൾ ചേസ് ചേസിംഗ് ആയി മാറും. ഉത്തരം ദ പോലീസ്മാൻ ഈസ് ചേസിംഗ് ദ തീഫ്. ദ പോലീസ്മാൻ ഈസ് ചേസിംഗ് ദ തീഫ്. Question number 12. What fear did Mikali have of the Orientals? What fear did Mikali have of the Orientals? എന്തുകൊണ്ടാണ് മിക്കാലി കിഴക്കൻ പ്രദേശങ്ങളിലുള്ള ജനങ്ങളെ ഭയപ്പെട്ടിരുന്നത്? ആൻസർ. മിക്കാലി ഫിയർഡ് ദ ഓറിയന്റൽസ് ബിക്കോസ് ഹി ബിലീവ്ഡ് ദേ വെയർ ക്രൂവൽ. മിക്കാലി ഫിയർഡ് ദ ഓറിയന്റൽസ് ബിക്കോസ് ഹി ബിലീവ്ഡ് ദേ വെയർ ക്രൂവൽ. കിഴക്കൻ പ്രദേശങ്ങളിലെ ജനങ്ങൾ ക്രൂരന്മാരാണെന്ന് വിശ്വസിച്ചതിനാൽ മിക്കാലി അവരെ ഭയപ്പെട്ടു. ആൻഡ് കിഡ്നാപ്ഡ് Christian children to kill them and drink their blood. And kidnapped Christian children to kill them and drink their blood. അവർ ക്രിസ്ത്യൻ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കൊന്ന് അവരുടെ രക്തം കുടിക്കുമെന്നായിരുന്നു അവന്റെ വിശ്വാസം. This false belief made him afraid to follow the Chinaman. This false belief made him afraid to follow the Chinaman. ഈ തെറ്റായ വിശ്വാസം കാരണം ചൈനക്കാരനെ പിന്തുടരാൻ മിക്കാലിക്ക് ഭയമായി. ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ ഉടൻ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. +1 തുല്യത, +2 തുല്യത എന്നിവയുടെ നിരവധി ക്ലാസുകൾ ചാനലിൽ ലഭ്യമാണ്. ആ ക്ലാസുകൾ കാണുക. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വളരെയേറെ പ്രയോജനം ചെയ്യും. മറ്റു വിഷയങ്ങളുടെയും അക്ഷരകൈരളി മാതൃകാ ചോദ്യപേപ്പർ വിശകലനം ഉടൻ തന്നെ ചാനലിൽ ഉൾപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.